തേങ്ങ പൊട്ടിക്കാൻ ഞാൻ പണ്ടേ എക്സ്പേർട്ടാണ്. ഒരു 4-5 കൊത്തു കൊത്താണ്ട് എൻ്റെ തേങ്ങ പൊട്ടാറില്ല. കത്തി വീശുമ്പോൾ അറിയാതെ കണ്ണടച്ച് പോകുന്നതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഒരു 4-5 കൊത്തിന് ശേഷം എൻ്റെ തേങ്ങ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തിനാ തേങ്ങ പൊട്ടിക്കുന്നതെന്നല്ലേ? വൈകുന്നേരം ഇലയട ഉണ്ടാക്കാനാട്ടാ. അതിനിപ്പോൾ എന്താ തേങ്ങ അരവണം. വൈകുന്നേരത്തേക്ക് ചായക്കടി ഉണ്ടാക്കുന്നതിൻ്റെ കുട്ടൻസ് എന്താ രജി ഉണ്ട് കേട്ടോ വീട്ടിൽ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി നമുക്ക് ചതച്ച് വെക്കാം. എൻ്റെ വീട്ടിൽ മൈദയും റവയൊക്കെ കൂട്ടിയിട്ടാട്ടോ ഇലയട ഉണ്ടാക്കാറ്. രജിയുടെ വീട്ടിലാണെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടാണ് അടി ഉണ്ടാക്കുക. ഈ അരിപ്പൊടി കൊണ്ട് 2 വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ്. എനിക്കാണ് ഈ അരിപ്പൊടി കൊണ്ട് ഇലയുടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയൂല. ഇതായതുകൊണ്ട് തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഈ അരിപ്പൊടി വെച്ചിട്ട് അടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല വമ്പം ഫ്ലോപ്പും ആയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേ വീഡിയോയിൽ ഇങ്ങനെ ലൂസായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശമാവ് ഒഴിക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അടി ഉണ്ടാക്കുന്ന കണ്ടിന്. അപ്പം ഞാൻ വെറുതെ ദോശമാവല്ല, ഏകദേശം കുറച്ച് ലൂസാക്കിയിട്ട് മാവ് കുഴച്ചിട്ട് അടി ഉണ്ടാക്കാനില്ല പ്ലാനാണ്. വസൂട്ടൻ ഇന്ന് നേരത്തെ എണീറ്റിന് കേട്ടാ. എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ കൂടിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് മാവ് എടുത്ത് വായിലിടുന്നുണ്ട്. അല്ലെങ്കിൽ മാവിട്ട് പരത്തുന്ന കണ്ടപ്പേ എനിക്ക് തോന്നിനി ഇതും ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന്. എന്നാലും സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നോട്ടടിച്ചില്ല കേട്ടാ. എന്തായാലും ഉണ്ടാക്കാൻ തുനിഞ്ഞില്ലേ. ഒരു 5-6 അട അത്രേ ഇല്ലൂ കേട്ടാ. ഒരു 5-6 അടക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും ആക്കി ഞാൻ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇന്നേരം രജി നമുക്ക് ഇലയട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രജിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടിന്. കാരണം രജിക്ക് ഇലയട ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഉണ്ടാക്കുന്ന ടൈം എൻ്റെ അടുത്തില്ല കേട്ടാ. ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായേ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ എന്നോട് നിർത്തിക്കോന്ന് പറഞ്ഞേനെ. അങ്ങനെ ഞാൻ ലെസ് കോൺഫിഡൻസോടുകൂടി എല്ലാ അടിയും എടുത്ത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടി എടുത്തു ഗൈസ്. കാണണ്ടേ എൻ്റെ ഇലയട നല്ലോണം പൊട്ടി പോയിട്ടില്ല. നല്ല ഇലയട നല്ല ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് രുചി വരികയും ചെയ്തിട്ടുണ്ടായിനി. ഇത് കഴിക്കണോ അല്ല കളയണോ എന്നില്ല മൈൻഡിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായി. അപ്പൊക്കെ അതാ വസൂട്ടൻ നല്ലോണം എൻ്റെ അട തിന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ വസൂട്ടന് കുറച്ചധികം പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇലയടക്ക് പകരം ഉണ്ടയാക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ഇലയെങ്കിലും കുറച്ച് വേസ്റ്റ് ആവാണ്ട് തിന്നേനെ. കളയാനില്ല മനസ്സെനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് തിന്നു കേട്ടാ. അപ്പോൾ ഈ രജിക്കും വേണമെന്ന് പറഞ്ഞു. ടേസ്റ്റ് ഉണ്ട് എന്നാ പറഞ്ഞേ. കുറച്ച് ലൂസായി പോയി, അടുത്ത പ്രാവശ്യം റെഡിയാവുമെന്ന്. എനിക്കും ഇഷ്ടമായിന് കേട്ടാ. സംഭവം കൊള്ളായിരുന്നു. അരിപ്പൊടി വെച്ച് ഇലയട ഉണ്ടാക്കുന്ന കുട്ടൻസ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. അപ്പോൾ ഓക്കെ ഗൈസ്.